ഹായ് ഗൈസ്, എൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. 54 വർഷം പഴക്കമുള്ള ഈ ജീപ്പ് 1967 മോഡലാണ്. ഇത് ഈ വണ്ടി വരുമ്പോഴുള്ള കണ്ടീഷനാണ് ഇങ്ങനെ. ഒരു ജീപ്പ് കയ്യിൽ കിട്ടി കഴിഞ്ഞാൽ ഏതൊക്കെ മോഡലാക്കാമെന്നുള്ളതിൻ്റെ തെളിവാണിത്. അല്ല, ഇതൊക്കെ നമ്മൾ അഴിച്ച് കളഞ്ഞിട്ട് വില്ലീസ് ടൈപ്പാക്കും. ഇത് വരുമ്പോൾ വേണ്ട, അതിൻ്റെ ഡാഷ്ബോർഡൊക്കെ ഹൈറ്റ് കൂടിയതാണ്, ടൈപ്പാണ്. ഇത് നമ്മൾ വില്ലീസ് ടൈപ്പാക്കുമ്പോൾ ഇത് ഹൈറ്റ് കുറയ്ക്കണം. ഏകദേശം ഒരു 4 ഇഞ്ചോളം ഹൈറ്റ് കുറയ്ക്കും. ഇത് നമ്മൾ ശരിക്കും ഒറിജിനൽ വില്ലീസിൻ്റെ മെഷർമെൻ്റൊക്കെ എടുത്ത് ചെയ്തേക്കുന്നതാണ് കേട്ടോ. ഡാഷ്ബോർഡൊക്കെ കട്ട് ചെയ്ത് ഇറക്കി വെച്ച് കറക്റ്റ് അതെ, എന്നാലേ അതിൻ്റെ ഒരു ലുക്ക് വരുള്ളൂ. അതിൻ്റെ ആ ഫ്രണ്ടിൽ നമ്മൾ ഇരിക്കുമ്പോൾ ആ ഫ്രണ്ട് വ്യൂ ഫുള്ള് അങ്ങോട്ട് കിട്ടണം. അതാണ് ജീപ്പിൻ്റെ ഒരു ഭംഗി. ഇത് ചെയ്യുന്നതോടൊപ്പം ഇതിൻ്റെ ഫുള്ള് പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഇതോടൊപ്പം ചെയ്തു കിട്ടാം. ഈ വണ്ടി എനിക്ക് പഠിച്ചു തരുമ്പോൾ ആൾ ഉദ്ദേശിച്ച രീതിയിലാക്കി തരുമെന്ന് മാത്രം ചോദിച്ചിട്ടുള്ളൂ. ഞാൻ ഓക്കെ പറഞ്ഞ് വർക്ക് തുടങ്ങിയതാണ്. ഈ കസ്റ്റമറിൻ്റെ നിർദ്ദേശപ്രകാരം പക്ക മിലിറ്ററി ജീപ്പിൻ്റെ അതേ സ്റ്റൈലിലാണ് ഓരോ വർക്കും ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ഹെഡ്ലൈറ്റൊക്കെ എന്തെങ്കിലും ബ്രേക്ക് ഡൗൺ വന്നു കഴിഞ്ഞാൽ ബോണറ്റ് തുറന്ന് ഹെഡ്ലൈറ്റ് ഇങ്ങനെ തിരിച്ചു വയ്ക്കാം. അപ്പോൾ എന്തെങ്കിലും ചെറിയ മെക്കാനിക്കൽ ജോബൊക്കെ ചെയ്യാൻ നല്ല വെളിച്ചം കിട്ടും. അങ്ങനെയൊക്കെ ഒരുപാട് പക്ക മിലിറ്ററി സ്റ്റൈല്. പിന്നെ പക്ക മിലിറ്ററി വണ്ടിയുടെ അതേ ലുക്കാക്കാൻ വേണ്ടി ഒരുപാട് ഐറ്റംസൊക്കെ കയറ്റിയിട്ടുണ്ട്. സോഫ്റ്റ് ടോപ്പാണ് ചെയ്തിരിക്കുന്നത്. ടോപ്പ് നമുക്ക് അഴിച്ചെടുത്ത് ഇതുമാതിരി ഓപ്പൺ ജീപ്പാക്കിയിട്ട് ഉപയോഗിക്കാനുള്ള ഒരു സെറ്റപ്പ്. പിന്നെ സീറ്റ് കംപ്ലീറ്റ് നമ്മൾ ഉണ്ടാക്കിയത് തന്നെയാണ് കേട്ടോ. അതിനൊക്കെ കുറച്ച് മോഡിഫൈഡ് വർക്കൊക്കെ വേണ്ടി വന്നു. ഈ വണ്ടി വർക്ക് ചെയ്യുമ്പോൾ ഞാൻ ഫുൾ ടൈം ഗൂഗിൾ സെർച്ചിങ്ങിലായിരുന്നു എന്ന് വേണം പറയാൻ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മിലിറ്ററി ജീപ്പുകളൊക്കെ എങ്ങനെയൊക്കെ ഇരിക്കുന്നത്, അതിൻ്റെ ഓരോ പോർഷൻസൊക്കെ എങ്ങനെ വരണതെന്നൊക്കെ നോക്കി അതുപോലെ ചെയ്യായിരുന്നു. ഈ വണ്ടി വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ മൊബൈലിൽ കംപ്ലീറ്റ് ഡിഫൻസ് ജീപ്പുകളുടെ ഫോട്ടോസായിരുന്നു. എൻ്റെ ആ ഗ്രില്ല് പിടിപ്പിച്ചാണ് ആ വാട്ടർ ടാങ്കാണ് അത് ശരിക്കും. അതൊക്കെ അതുമാതിരി നോക്കി കണ്ടുപിടിച്ച് ചെയ്തതാണ്. എൻ്റെ പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. മഴു, ഷവല് ഈ വക സാധനങ്ങളൊക്കെ ഫിറ്റ് ചെയ്ത് ഒക്കെ സെറ്റാക്കി കഴിഞ്ഞു. ഇനി പെയിൻറ്റിങ്ങിലേക്ക് ഉള്ള പണിയാണ്. പെയിൻറ്റിങ്ങിൻ്റെ വീഡിയോസും ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇത്തരം ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് കൂടിയാണ്. പിന്നെ ഇതിൻ്റെ ഗ്ലാസ് ഫ്രെയിമൊക്കെ നമ്മൾ അലുമിനിയം ബീഡിങ് മേടിച്ച് നമ്മൾ ഉണ്ടാക്കിയെടുത്താണ് കേട്ടോ. പിന്നെ അതുമാതിരി ഗ്ലാസ് ഫ്രെയിമിൻ്റെ തൊട്ട് പുറകിൽ ഗണ്ണ് വയ്ക്കാനുള്ള ഒരു റാക്ക്, ഈ വക സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഗ്ലാസ് ഫ്രെയിം തന്നെ വൈപ്പർ ആമൊക്കെ കൈ കൊണ്ട് വൈപ്പ് ചെയ്യുന്ന ടൈപ്പാണ് ഉണ്ടാക്കി വെച്ചിരുന്നത്. അതൊക്കെ നമ്മൾ ഓട്ടോറിക്ഷയുടെ വൈപ്പർ ബ്ലേഡൊക്കെ വെച്ച് ഫിറ്റ് ചെയ്ത് മോഡിഫൈ ചെയ്ത് വെച്ചാണ്. ഇതിൻ്റെ അപ്പോൾസ്റ്റർ ചെയ്തേക്കണത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 പീസായിട്ടാണ്. അത് 2 സൈഡിലുള്ള കട്ടൻ പോലെയുള്ള പീസ് അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ ടോപ്പ് അങ്ങനെ തന്നെ ഊരി വയ്ക്കാം. വളരെ സിമ്പിളായിട്ട് നിഷ്പ്രയാസം ചെയ്യാവുന്നതാണ്. ഇതിലൊക്കെ നമ്മുടെ സുഹൃത്തും കസ്റ്റമറും കൂടെ ജീവൻ്റെ നല്ലൊരു വർക്ക് ഇതിൽ നടന്നിട്ടുണ്ട് കേട്ടോ.